ഈ അൽഫല മെഡിക്കൽ കോളേജിൽ എന്താണ് ഇപ്പോഴും അവിടെ പരിശോധന അന്വേഷണം ഇപ്പോഴും അവിടെ തുടരുകയാണ്. ഈ ഡോക്ടർ ഷഹീൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ പങ്കിനെ പറ്റി അന്വേഷണ സംഘം പറയുന്നത് എന്താണ്? ഇപ്പോൾ എത്ര പേരാണ് കസ്റ്റഡിയിലുള്ളത്? അച്യുതൻ. ഹാഷ്മി, ഈ അന്വേഷണം ഡോക്ടർ ഷഹീൻ ഷാഹിദിനെ കേന്ദ്രീകരിച്ച് നടക്കുകയാണ് എന്ന് തന്നെയാണ് അന്വേഷണ ഏജൻസികളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്. അതായത് ഈ 3 പേർ, അതായത് ആദിൽ, മുസാമിൽ, ഉമർ എന്നിവരുടെ ഒരു നേതാവായിരുന്നത് വനിതാ ഡോക്ടറായിരുന്ന ഷഹീൻ ഷാഹിദാണ് എന്നതാണ് അന്വേഷണ ഏജൻസി അറിയിക്കുന്നത്. ഇവർ ഈ 3 പേരുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. ഷഹീന ഇടയ്ക്കിടെ കാശ്മീർ സന്ദർശിച്ചു, ചില ഗ്രൂപ്പുകളുടെ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകി എന്നതും അന്വേഷണ ഏജൻസി ഇതിനോടകം തന്നെ കണ്ടെത്തിയിരിക്കുന്നു. ഫരീദാബാദിൽ നിന്ന് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്ത ഒരു വാഹനം അത് ഷഹീന്റെ പേരിലുള്ളതാണെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞു. ഷഹീൻ, മുസാമിൽ, ആദിൽ, ഉമർ ഇവർ ആശയവിനിമയത്തിനായി ഉപയോഗിച്ചത് മെഡിക്കൽ വെൽഫെയർ ഗ്രൂപ്പുകൾ, അതുപോലെ NGO ചാനൽ എന്നിവ വഴിയായിരുന്നു. ഇവർ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല ആസൂത്രണങ്ങൾ നടത്തിയത് ഈ വഴിയായിരുന്നു. മാത്രമല്ല, ഇവർ വർക്ക് ചെയ്തിരുന്ന ഇടം, അതായത് ഈ നിലവിലെ സർവകലാശാല, അവിടെ ആ സർവകലാശാലയും അതുപോലെ തന്നെ ആ ജോലിയും അത് രണ്ടും മറയായി ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ പിന്നിൽ ഈ ഭീകരവാദ ബന്ധം പുറത്തു വരാതിരിക്കാൻ ആയി പ്രവർത്തിച്ചത്. അങ്ങനെ എല്ലാ തരത്തിലും ഇത്തരം ആസൂത്രണങ്ങൾ ഇവരുടെ ജോലിയെ മറയാക്കിക്കൊണ്ട് നടത്തി എന്നതാണ് അന്വേഷണ സംഘം ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അൽഫലാഖ് സർവകലാശാലയിൽ ഇന്നലെ ഈ സംഭവത്തിന് പിന്നാലെ തന്നെ പോലീസ് ഈ പരിശോധനകൾ ആരംഭിച്ചു. ATSന്റെ വിഭാഗവും ഈ പരിശോധനയിൽ ഏർപ്പെട്ടു. 52ഓളം പേരെ, ഫാക്കൽറ്റീസ്, സ്റ്റുഡൻസ് എല്ലാവരും ഉൾപ്പെടെ, പ്രിൻസിപ്പലിനെ ഉൾപ്പെടെ 52 പേരെയാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്തത്. 6 പേരെ ഈ സർവകലാശാലയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ ഭീകരവാദ ശൃംഖലയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്കായിട്ടാണ് ഈ 6 പേരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇവിടുത്തെ CCTV ദൃശ്യങ്ങൾ, ചില രേഖകളെല്ലാം പോലീസ് കണ്ടെടുക്കുകയുമുണ്ടായി. എന്തായാലും ഈ സർവകലാശാലയെ ഒരു കേന്ദ്ര ബിന്ദുവാക്കി മാറ്റി എന്ന തരത്തിലാണ് അന്വേഷണ ഏജൻസികൾ നമുക്ക് നൽകുന്ന വിവരങ്ങൾ. ഒപ്പം തന്നെ ഫരീദാബാദിൽ നിന്ന് തുടർച്ചയായി സ്ഫോടക വസ്തുക്കൾ കണ്ടെടുക്കുന്നതും ഈ മണിക്കൂറിൽ പുറത്തു വന്ന വിവരങ്ങളാണ്. വീണ്ടും 50 കിലോയുടെ സ്ഫോടക വസ്തുക്കളാണ് ഫരീദാബാദ് സെക്ടർ 56 വാടക വീട്ടിൽ നിന്ന് കണ്ടെടുത്തത്. അപ്പോൾ ഇത് കൂടുതൽ ആശങ്ക സൃഷ്ടിക്കുന്നു. മറ്റെവിടെയൊക്കെ ഇനി ഈ സ്ഫോടക വസ്തുക്കൾ ഉണ്ടോ, അല്ലെങ്കിൽ ഈ ഫരീദാബാദിൽ മാത്രമായിരുന്നോ ഇത് ഒതുങ്ങി നിന്നത് എന്ന സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കൂടി ഒരു വ്യക്തത ഈ മണിക്കൂറിൽ വരേണ്ടതുണ്ട്. മറ്റൊന്ന്, അന്വേഷണം NIAക്ക് കൈമാറിയതോടുകൂടി തന്നെ ഇതിനൊരു ഭീകരവാദ ബന്ധമുണ്ട് എന്ന സംബന്ധിച്ചുള്ള വ്യക്തതകൾ ഈ മണിക്കൂറിൽ ലഭിക്കുന്നുണ്ട്. നടന്നത് ഒരു ചാവേർ ആക്രമണമാണ് എന്ന വിലയിരുത്തലിൽ തന്നെയാണ് അന്വേഷണ ഏജൻസികൾ മുൻപോട്ട് പോകുന്നത്. കാരണം ആ സിഗ്നലിലേക്ക് പതിയെ എത്തിയ വാഹനം പിന്നീട് ഒരു വലിയ പൊട്ടിത്തെറിയാണ് അവിടെ ഉണ്ടായത്. ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിക്കുന്ന ഘട്ടത്തിൽ അവരറിയിച്ചത് ഈ സ്ഥലത്ത് ഇന്നലെ ഈ സംഭവത്തിന് പിന്നാലെ NIAയും NSG ടീമുകളും വിദഗ്ധ സംഘങ്ങളും ഇവിടേക്ക് എത്തിയിരുന്നു. അപ്പോൾ അവരുടെ പ്രാഥമികമായുള്ള വിലയിരുത്തലിൽ തന്നെ ഇതൊരു ഭീകരാക്രമണ സാധ്യതകളിലേക്ക് അവരെത്തുകയായിരുന്നു. തുടർന്ന് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ അവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണങ്ങൾ നടന്നത് എന്ന് തന്നെയാണ് ഡൽഹി പോലീസിലെ പല ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതിന്റെ തീവ്രത, അതിന്റെ സ്വഭാവം, സ്ഫോടനത്തിന്റെ സ്വഭാവം എല്ലാം കണക്കിലെടുത്തുകൊണ്ട് അതീവ ഗൗരവ തരത്തിൽ തന്നെയാണ് ഇന്നലെ മുതൽ സുരക്ഷാ സേനകൾ, സർവകലാശാലയിൽ 52 പേരാണ് ചോദ്യം ചെയ്തത്. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെ ചോദ്യം ചെയ്യുന്നു എന്ന വാർത്ത വരുന്നു. 6 പേരെ അവിടുന്ന് കസ്റ്റഡിയിലെടുത്തു. ഡോക്ടർ ഷഹീനിന്റെ വീട്ടിലേക്ക് അവരുടെ പിതാവ് അവിടെയുണ്ട്. അവരെ തേടി അന്വേഷണ സംഘത്തിൽ ഒരു ഭാഗം അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഷഹീന്റെ പിതാവിന്റെ വസതിയിൽ ജമ്മു കാശ്മീർ പോലീസും ATS സംഘവും എത്തി എന്നവരും കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.